ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം എന്നെ സീമാതീതമാനന്ദം. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ജനിക്കും മുൻപേ എൻ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ജനിക്കും മുൻപേ എൻ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ഒരു വാക്കുനാവിൽ വിരിയും മുൻപേ അതുപോലും അറിവൂ നീയൊരുവൻ. ചിന്തകൾ പണ്ടേ നീ അറിയുന്നു. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ആകാശങ്ങളിൽ കുരുവികളെയും വയലിലെ മൃദുവാം പൂവിനെയും. ആകാശങ്ങളിൽ കുരുവികളെയും വയലിലെ മൃദുവാം പൂവിനെയും നേരായി പോറ്റുന്ന കരുണാമഹേശന്റെ വാത്സല്യഭാജനം ഞാനല്ലോ. എന്നെ പാലിക്കും അവിടുന്ന് കൃപയാലേ. ആകാശം പോലെ വിശാലം നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന. സുഭാഷിതങ്ങൾ 1-ാം അധ്യായം 20-ാം വാക്യം മുതൽ. ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു. ചന്തസ്ഥലങ്ങൾ അവൾ ഉദ്ഘോഷിക്കുന്നു. കോട്ടമുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു. നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു. ഭോഷരെ, നിങ്ങൾ എത്രനാൾ ഭോഷരായി കഴിയും? എത്രനാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും? എൻ്റെ ശാസന ശ്രദ്ധിക്കുക. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു. ഞാൻ കൈ നീട്ടിയിട്ടും ആരും ഗൗനിച്ചില്ല. നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റ് പോലെ പ്രഹരിക്കുമ്പോൾ, അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. എണ്ണ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു. ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. മകനെ, എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢനിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ച് അറിവ് നേടുകയും ചെയ്യും. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. അവിടുന്ന് സത്യസന്ധർക്കായി അന്യോന്യമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു. ധർമ്മിഷ്ഠർക്ക് അവിടുന്ന് പരിചയായി വർത്തിക്കുന്നു. അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. തൻ്റെ വിശുദ്ധരുടെ വഴി കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ നീ നീതിയും ന്യായവും ധർമ്മവും എല്ലാ നല്ല വഴികളും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും
അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. വിവേചന ശക്തി നിന്നെ കാത്തുകൊള്ളുകയും അറിവ് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ദുർമാർഗത്തിൽ നിന്നും ദുർഭാഷികളിൽ നിന്നും അത് നിന്നെ മോചിപ്പിക്കും. അവരാകട്ടെ ഇരുളിൻ്റെ വഴികളിൽ ചരിക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു. അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിൻ്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവരുടെ വഴികൾ കുടിലമാണ്, അവർ നേർവഴി വിട്ടു നടക്കുന്നു. നീ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന്, സ്വൈര്യനയുടെ ചാടുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുക. അവൾ തൻ്റെ യൗവനത്തിലെ സഹചരനെ പരിത്യജിക്കുകയും തൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി വിസ്മരിക്കുകയും ചെയ്യുന്നു. അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു, അവളുടെ പാത നിഴലുകളുടെ ലോകത്തിലേക്ക് നയിക്കുന്നു. അവളുടെ അടുത്തേക്ക് പോകുന്നവർ മടങ്ങി വരുന്നില്ല, ജീവന്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല. അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക, നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ദുഷ്ടരാകട്ടെ ദേശത്ത് നിന്ന് വിച്ഛേദിക്കപ്പെടുകയും വഞ്ചകർ പിഴുതെറിയപ്പെടുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി.